നമസ്കാരം, വെൽക്കം ടു കാനഡ മലയാളിഡ. ഇന്നത്തെ വീഡിയോ കാനഡയിൽ ജോലി തപ്പുന്ന ഒരാൾക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും നിശ്ചയം. ലോട്ട് ഓഫ് കമ്പനീസ് ഹാവ് ബീൻ ലേയിങ് ഓഫ് ദെയർ എംപ്ലോയീസ്. ഒരുപാട് കമ്പനീസ് അവരുടെ ബ്രാഞ്ചസ് ഷട്ട് ഡൗൺ ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ കമ്പനി ആണെങ്കിലും ടൊറോണോയിലുള്ള എൻറ്റയർ ബ്രാഞ്ച് ഒരു ഷട്ട് ഡൗൺ ചെയ്തു, ജർമ്മനിയിലുള്ള ബ്രാഞ്ച് ഒരു ഷട്ട് ഡൗൺ ചെയ്തു. വൺ ബൈ വൺ കമ്പനീസ് അവരുടെ ബ്രാഞ്ചസ് ഷട്ട് ഡൗൺ ചെയ്യാണ്. ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ജോലി വേണം ഒറ്റയടിക്ക്. പിന്നെ വേറെ കുറേ കമ്പനീസ് എംപ്ലോയീസിൻ്റെ സാലറി പിടിച്ച് വയ്ക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങളായിട്ട്. പിന്നെ എനിക്ക് അറിയുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെ കമ്പനീസിൽ 3 മാസത്തേക്ക് അവർക്ക് 50% സാലറിയെ കിട്ടിയിരുന്നുള്ളൂ. സോ അങ്ങനെ lot of crazy things happening in Canadian job market for a few months now. ഒരു 5-6 കൊല്ലം മുമ്പ് നമുക്കൊരു ഓൺലൈനായിട്ട് നമ്മൾ ജോലി തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസസ് കിട്ടും. പിന്നെ കുറച്ച് കൊല്ലത്തിന് ശേഷം നമുക്ക് റെസ്യൂമേ ATS സ്പെസിഫിക് ആയിട്ടുള്ള റെസ്യൂമേ ആണെങ്കിൽ മാത്രമേ നമുക്ക് ജോലിക്ക് നമുക്ക് ഇൻവിറ്റേഷൻ വരൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി. നമ്മളുടെ തന്നെ റെസ്യൂമേ സർവീസ് ഉപയോഗിച്ച് ജോലിക്ക് അപ്ലൈ ചെയ്തവർക്ക് വി ഹാവ് ഗോട്ട് ഇൻസെയിൻ നമ്പർ ഓഫ് മെസ്സേജസ് ആൻഡ് റെസ്പോൺസ് സെയിങ് താങ്ക് യു സോ മച്ച്, വി ഗോട്ട് ആൻ ഇൻ്റർവ്യൂ. അത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, വി യൂസ് ടു ഷെയർ എ ലോട്ട് ഓഫ് മെസ്സേജസ് ദാറ്റ് വി യൂസ് ടു റിസീവ്. പക്ഷേ അതും വർക്കാവാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ എ സാച്ചുറേഷൻ ഇൻ ദ മാർക്കറ്റ് വെയർ an ATS catered resume was not good enough. അവരുടെ ജോലി ഇല്ലാതെ 10-12 മാസം കഴിഞ്ഞിട്ടും ജോലി സെക്യൂർ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കപ്പിള് they ended up in divorce. ഒരുപാട് പേര് ബാങ്ക്രപ്സിക്ക് ഫയൽ ചെയ്യുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻസിലുള്ള ആളുകൾ കടന്നു പോകുന്നതൊക്കെ കാണുമ്പോഴത്തേനും where is this getting എന്നുള്ളൊരു പേടി നമ്മളുടെ ഉള്ളിലുണ്ട്. ആൻഡ് I am also in that same situation. I was also job hunting. LinkedIn ആണ് what worked for me the most in 2025. Yes, I applied online. Yes, I had a resume which was 100% or 99% ATS catered. പക്ഷെ still LinkedIn വഴിയാണ് I built my connections. I reached out to people and strangers reached out to me offering an interview. I'm going to show you why. ഒന്ന്, എൻ്റെ LinkedIn was optimized. LinkedIn optimize ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ടേഴ്സ് സെർച്ച് ചെയ്യുന്ന ചില കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് എൻ്റെ പ്രൊഫൈലിൽ പ്രസൻ്റ് ആണെങ്കിൽ മാത്രമാണ് അവർ ആ കീവേഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോഴത്തേനും എൻ്റെ പ്രൊഫൈല് അവരുടെ സെർച്ച് റിസൾട്ടിൽ ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 8 വരണം. അങ്ങനെയാണെങ്കിൽ I would probably click on that profile and search, okay, ഇന്ന ആൾക്ക് ഇന്നതുണ്ടോ, okay, I will reach out to that person എന്ന് തീരുമാനിക്കുക. കാരണം റിക്രൂട്ടേഴ്സിന് ഇപ്പോൾ ഉള്ളൊരു ഡയലമ, അവർക്കൊരു 500-ലധികം ഒരു ആപ്ലിക്കേഷൻസ് ഒരു ജോലിക്ക് കിട്ടും. അപ്പം അവർക്ക് എവിടെ തുടങ്ങും എവിടെ അവസാനിപ്പിക്കും. കാരണം the number of resumes that they have to comb through is huge. 2, hundreds of people reach out to them and nobody stands out. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇവർക്ക് ഒരാളിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ വാട്ട് നൗ റിക്രൂട്ടേഴ്സ് ഡു ഇസ്, അവർ ലിങ്ക്ഡിൻ പോലത്തെയുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോലത്തെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ദേ സെർച്ച് ഫോർ പീപ്പിൾ. അവർ അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യുക ചെയ്യണേ. എത്ര അധികം ആൾക്കാരെ എന്നെ ഇങ്ങോട്ട് ലിങ്ക്ഡിനിൽ റീച്ച് ഔട്ട് ചെയ്തു എന്നുള്ളത് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. സത്യം ഒബിയസ്ലി ഇതിൽ എൻ്റെ കഴിവ് വളരെ കുറവാണ്. ദി ഓൺലി തിങ് ദാറ്റ് ഐ ഡിഡ് വാസ് ടു എൻഷുർ ദാറ്റ് ഐ ഹാഡ് സം കീവേഡ്സ് ഇൻ മൈ ലിങ്ക്ഡിൻ റെസ്യൂമേ. ബാക്കി ചെയ്തത് ദൈവമാണ്. പക്ഷേ എന്നാലും ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഫോർ മീ. അപ്പം ദിസ് പേഴ്സൺ വാസ് എ റിക്രൂട്ടർ ഫോർ എ കമ്പനി. ആൾ ഇങ്ങോട്ട് അയച്ച മെസ്സേജാണ് ഇൻ മാർച്ച് 2024 when I was only passively looking at the job market. And ഈ കമ്പനീൻ്റെ ഒപ്പം I had 4 rounds of interview മാർച്ച് ഏപ്രിൽ മാസങ്ങളായിട്ട്. ട്വിസ്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ 4 rounds of interview, ഇനി നെഗോസിയേഷൻ റിലേറ്റഡ് ഡിസ്കഷൻസിലേക്ക് കടക്കുന്നതിന് മുൻപ് പെട്ടെന്ന് അവർ പറഞ്ഞു, സോറി, ഞങ്ങളുടെ കമ്പനിയിൽ എംപ്ലോയ്മെൻറ്റ് റീസ്ട്രക്ചറിങ് ആണ്. വി ആർ ഡിസൈഡിങ് ടു പോസ് ഓൾ ദ ന്യൂ ഹയറിങ്. സോ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊന്നും ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. വി ഹാവ് ടു പോസ്. കഴിഞ്ഞില്ലേ? My LinkedIn was optimized. I sent over my resume. I had 4 rounds of interview with the company. നെഗോസിയേഷൻസിലേക്ക് കടക്കായിരുന്നു. ബട്ട് ഐ സ്റ്റിൽ ഡു നോട്ട് ഹാവ് എ ജോബ്. ദാറ്റ്സ് ഹൗ ക്രേസി ദ ജോബ് മാർക്കറ്റ് ഇസ്. പക്ഷേ ഗുഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കമ്പനി വേറൊരു സീനിയർ ലെവൽ പൊസിഷനിലേക്ക്, വിച്ച് ഇസ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത അതേ ലൈൻ ഓഫ് വർക്കാണ്, പക്ഷേ ഒരു സീനിയർ ലെവൽ പൊസിഷനിലേക്ക് അവർ നവംബറിൽ റീ ഓപ്പൺ ചെയ്തപ്പോൾ the VP of that particular department reached out to me saying, Primrose, ഞങ്ങൾ ഇന്ന റോളിലേക്ക് ഇപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട്.
സോറി ദി അതർ വൺ ഡി നോട്ട് വർക്ക് ഔട്ട് ഫോർ അസ് ആൻഡ് വി ഹാഡ് ടു പോസ്. പക്ഷേ ഇന്ന റോളിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട് എങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കല്ല വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ബട്ട് ഐ തോട്ട് ഓഫ് യു, വുഡ് യു ബി ഇൻട്രസ്റ്റഡ്? നവംബറിൽ വീണ്ടും ഐ എൻഗേജ്ഡ് വിത്ത് ദാറ്റ് കമ്പനി. അവിടെ ആ സമയത്ത് 6 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. 6 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ 2-3 മാസം എടുക്കും ഒരു 6 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഡിസിഷൻ എടുത്ത് കടന്ന് പോകണമെങ്കിൽ. അപ്പം ഈ 6 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കോൺട്രാക്റ്റും സൈൻ ചെയ്ത് ഞാൻ ജോലിക്ക് കയറാൻ നിൽക്കാം. 3 ദിവസം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറാം. അപ്പം അതിന് തൊട്ട് മുൻപ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഡിസിഷൻസ് മാറ്റണം. ഞങ്ങളുടെ പുതിയ CEO വന്നപ്പോൾ പറഞ്ഞു വീണ്ടും ഇൻറ്റേർണലി കുറേ ലേ ഓഫുകൾ നടക്കുന്നുണ്ട്. വി ഹാവ് ടു റിസെൻഡ് ദി ഓഫർ. റിസെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്ന കോൺട്രാക്റ്റ് ക്യാൻസൽഡ് ആക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ എനിക്ക് സ്യൂ ചെയ്യാം, കാരണം ദാറ്റ്സ് ലീഗലി അത് പോസിബിൾ ആണ്, കാരണം യു സൈൻഡ് ദി ഓഫർ വിത്ത് ദം. അതുകൊണ്ട് ഐ ഡിഡ്ന്റ് സ്യൂ, ബട്ട് ഐ റിക്വസ്റ്റഡ് ഹിം വൺ തിങ്. എനിക്ക് ഇനിയൊരു റെഫറൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വുഡ് യു ബി മൈ റെഫറൽ, വുഡ് യു ബി മൈ മെൻറ്റർ? ആൻഡ് ദാറ്റ് പേഴ്സൺ ഹാപ്പിലി അഗ്രീഡ്. അപ്പം എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേനും ഇവർ തന്നെ എൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുമായിരുന്നു, സെയിങ് ഞങ്ങളൊരു ഫ്രണ്ട് ഇന്ന കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, വുഡ് യു ബി ഇൻട്രസ്റ്റഡ് ടു അപ്ലൈ ഫോർ. അപ്പം എനിക്ക് ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഞാൻ കയറും ഇന്ന കമ്പനിയിൽ എന്ന് വിചാരിച്ച ഒരു റോളിലേക്ക് എനിക്ക് കയറാൻ പറ്റിയില്ല. ദൈവം അത് തടഞ്ഞു. പക്ഷേ that people became my referrals for 3 or 4 different interviews or 3 or 4 different roles later on. So നമ്മൾ ഈ മാർക്കറ്റിൽ നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ് പീപ്പിൾ തന്നെയാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ്. കാരണം നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറിയാലും ആ ജോലി ചിലപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം അവിടെ നിന്ന് ലേ ഓഫ് ആവും. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഇവിടെ നടക്കുന്നത്. സോ ദ റോൾ ഈസ് നോട്ട് സ്റ്റേബിൾ, ദ കമ്പനി ഈസ് നോട്ട് സ്റ്റേബിൾ, ബട്ട് ദ റിലേഷൻഷിപ്സ് ദാറ്റ് യു ബിൽഡ് ആർ ദ വൺസ് ദാറ്റ് യു ക്യാൻ കൗണ്ട് അപ്പോൺ. വേറെ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയൊരു എക്സ്പീരിയൻസ് ഇതാണ്. ഇതും ലിങ്ക്ഡിനിലെ എൻ്റെ പ്രൊഫൈൽ കണ്ട് ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തതാണ്. ആളൊരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഹി ഈസ് എ റിക്രൂട്ടർ ദെയർ ഇൻ എ റിക്രൂട്ടിംഗ് ഏജൻസി. ഹായ് പ്രിംറോസ്. സോ ദിസ് ഈസ് അനദർ എക്സ്പീരിയൻസ്. ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന എക്സാമ്പിൾസ് കൊണ്ടുവരണത്. ആൻഡ് ദർ ഇസ് സംതിങ് എൽസ് ദാറ്റ് ഐ വാണ്ട് ടു ഷോ യു. ഇതുമാതിരി വേറൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി എടുത്തപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഹായ്, ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ അത് ചെയ്തു വെച്ചോ. നമ്മൾക്കിടെ കഴിവുകൊണ്ട് കിട്ടുകയെന്നുള്ളത് നടക്കില്ല എന്നുള്ളത് ഞാൻ പഠിച്ചു. ദൈവം തന്നെ നമ്മുടെ ചീട്ടെടുക്കണം. പക്ഷേ ചീട്ടെടുക്കുന്ന സമയത്ത് ഹാവ് ദീസ് തിങ്സ് റെഡി. വി ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ കം. കാരണം ലിങ്ക്ഡിൻ നമ്മളുടെ ഒപ്റ്റിമൈസ്ഡ് ആകുമ്പോൾ നമുക്ക് കുറേ സ്പാം ഇമെയിൽസും വരാമെന്നുള്ളത് വേറൊരു പോസിബിലിറ്റിയാണ്. സോ അതിൽ നിന്ന് വാലിഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് വേണം നമ്മൾ റെസ്പോണ്ട് ചെയ്യാനെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഭാഗം. അപ്പോൾ ഇത്രയും നമ്മൾ കാണിച്ച എക്സാമ്പിൾ ഇസ് വെൻ പീപ്പിൾ റീച്ച്ഡ് ഔട്ട് ടു മീ. എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കണ്ട് അത് ഒപ്റ്റിമൈസ്ഡ് ആണ്. അപ്പോൾ അവരെന്തെങ്കിലും ഒരു സെർച്ച് ടേം കൊടുക്കുമ്പോൾ എൻ്റെ പ്രൊഫൈൽ പൊങ്ങി വന്ന് ആൻഡ് ദാറ്റ്സ് ഹൗ ദേ ചെക്ക് ഔട്ട് മൈ പ്രൊഫൈൽ ആൻഡ് റീച്ച് ഔട്ട് ടു മീ. ഇനി ഐ വോണ്ട് ഓൾസോ ഷോ സം എക്സാമ്പിൾസ് വെയർ ഐ റീച്ച്ഡ് ഔട്ട് ടു പീപ്പിൾ. അങ്ങോട്ട് ലിങ്ക്ഡിനിൽ ഹയർ ചെയ്യുന്ന റിക്രൂട്ടേഴ്സിൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുമോ? ആ ഒരു റെസ്പോൺസ് ഒന്നും ഞങ്ങൾക്ക് കിട്ടാറില്ലല്ലോ എൻ്റെ അടുത്ത് എൻ്റെ ഒരു കസിൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ചില എക്സാമ്പിൾസ് കാണിക്കുകയാണ് വെയർ ഐ റീച്ച്ഡ് ഔട്ട് ടു പീപ്പിൾ, റിക്രൂട്ടേഴ്സ്, ഹയറിംഗ് മാനേജേഴ്സ്, ആൻഡ് വാട്ട് മെയ്ഡ് ദം റെസ്പോണ്ട് ടു മീ. ദിസ് ഈസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയായിരുന്നു. ദെൻ ഐ റീച്ച്ഡ് ഔട്ട് ടു എ ലേഡി നെയിം വാർത്ത. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, താങ്ക് യു ഫോർ ആക്സെപ്റ്റിംഗ് മൈ റിക്വസ്റ്റ് കണക്ട്. ഞാൻ ഇന്ന ജോലിനെ കുറിച്ച് ചാറ്റ് ചെയ്യാനാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ റീച്ച് ഔട്ട് ചെയ്യണത്. വുഡ് യു ബി അവൈലബിൾ ഫോർ എ 15 minutes കോൾ? ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് പറഞ്ഞു, എൻ്റെ ടോപ്പ് 6 കരിയർ ഹൈലൈറ്റ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു. And then I also added this sentence, which I think is a reason for her to respond to me. I had a great time working with Inna Ala at Inna company, and I am glad that he brought this opportunity to my notice. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും അറിയാവുന്ന ഒരു കോമൺ ഫ്രണ്ടിൻ്റെ പേരും കൂടെ പറഞ്ഞു. ആൻഡ് ദാറ്റ് വാസ് മൈ മാനേജർ എൻ്റെ ആ സമയത്ത് എൻ്റെ പഴയ കമ്പനിയിൽ. ആൻഡ് ഹീ വിൽ റെഫർ മീ, ഹീ വിൽ വൗച്ച് ഫോർ മീ എന്നുള്ള എനിക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. സോ ഞാൻ ആളുടെ പേരും കൂടെ പറഞ്ഞപ്പോഴത്തേനും ദിസ് പേഴ്സൺ വാസ് ലൈക്ക്, താങ്ക് യു ഫോർ കണക്റ്റിംഗ്, I would love to chat with you about this new role we are developing and my experience at Inna company. What do your day look like on Monday? So she asked me for a possible slot for us to connect. So നമ്മൾ ഒരാളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുമ്പോഴത്തേനും ദിസ് ഈസ് എ വേ ഇൻ വിച്ച് വി ക്യാൻ മേക്ക് എ ഡിഫറൻസ്, വെയർ വി ടെൽ ദം എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് അസ്. എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന ജോലി തപ്പുന്നുണ്ട്, എൻ്റെ അടുത്ത് കണക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കണക്ട് ചെയ്യില്ല. So this is where we can bring a difference. You tell them what you bring to the table and use numbers to showcase how much of an impact you have made.
കാരണം നമ്മളെല്ലാം നമ്മൾ ഹാർഡ് വർക്കിംഗ് ആണ്, മോട്ടിവേറ്റിംഗ് ആണ്, ലോയൽ ആണ്, അക്കൗണ്ടബിൾ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് ഒരാളുടെ റെഫറൽ ഉണ്ടെങ്കിൽ അത് പറയാം. ട്രൈ ടു ബിൽഡ് സം സോർട്ട് ഓഫ് കണക്ഷൻ സോ ദാറ്റ് ദേ റെസ്പോണ്ട്. സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ വേറെ എക്സാമ്പിൾസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഐ എം ടെലിങ് യു, എനിക്ക് റെസ്പോൺസസ് കിട്ടിയിരുന്നു. അപ്പം നമ്മൾ പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു റെസ്പോൺസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. റിജക്ഷൻസും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ജോലി ഒരു കുറേ ഇൻ്റർവ്യൂസിന് ശേഷം ജോലി പോസായി, അല്ലെങ്കിൽ കിട്ടിയ ജോലി കയ്യിൽ നിന്ന് പോയി. കിട്ടിയ ജോലി കിട്ടിയതും പിറ്റേ ആഴ്ച കയ്യിൽ നിന്ന് പോയതൊക്കെ ഒരേ സമയത്തായിരുന്നു. പിന്നെ ഐ ഹാഡ് പീപ്പിൾ റീച്ചിങ് ഔട്ട് ടു മീ. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് പുട്ടിങ് യുവർ സെൽഫ് ഔട്ട് ദെയർ. നമ്മളൊരു റൂമിലിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരേക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ചുകൂടി സമയം കൺസ്യൂം ചെയ്യും എന്നേ ഉള്ളൂ. പക്ഷേ അത് വർക്കാവണില്ല എന്ന് ഞാൻ പറയണില്ല, ഇറ്റ് മേ വർക്ക്. പക്ഷേ ദർ മൈറ്റ് ബി ഫാസ്റ്റർ വേസ് ഇൻ വിച്ച് വി ക്യാൻ ഗെറ്റ് എ ജോബ്. നമ്മളുടെ ടീം റെസ്യൂമേ ATS സ്പെസിഫിക് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ടീം ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാനോ നിങ്ങളുടെ റെസ്യൂമേ ATS സ്പെസിഫിക് ആക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ സെൻഡ് us എ മെയിൽ at info@canadamalayalida.com. Having both these things in your pocket is going to make such a difference. Resume ATS specific ആക്കുക, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുക, SEO സ്പെസിഫിക് ആക്കുക എന്നുള്ളത്. SEO സ്പെസിഫിക് ആക്കുക എന്ന് പറഞ്ഞാൽ റിക്രൂട്ടേഴ്സ് സെർച്ച് ചെയ്യുന്ന കോമൺ ടേംസ് റിലേറ്റഡ് ടു യുവർ ഫീൽഡ് നിങ്ങളുടെ പ്രൊഫൈലിൽ ഉണ്ടാകുക എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ജോലി തപ്പുന്നുണ്ട് കാനഡയിലെങ്കിൽ ഷെയർ ഇറ്റ് വിത്ത് ദെം. ഇറ്റ് മൈറ്റ് ടേൺ എ ഹ്യൂജ് ലീഫ് ഫോർ ദെം. ഞാൻ പറയുന്ന സമയത്ത് പലപ്പോഴും ഇംഗ്ലീഷ് ചിലപ്പോൾ കയറി വരാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല ഇടുന്നത്. അത് ഈ പുട്ടിൻ്റെ ഉള്ളിൽ പീരമാരി അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നു മാത്രം. പക്ഷേ ഐ ഹോപ്പ് മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. വീഡിയോ റാമ്പപ്പ് ചെയ്യാനായിട്ട് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ജോലി ഇല്ലാതിരിക്കുന്നൊരവസ്ഥ ഒട്ടും എളുപ്പമുള്ളൊരവസ്ഥയല്ല. അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഞാനത് കൂടെ കടന്നു പോയതുകൊണ്ട് ഞാൻ പറയാണ്, ഇഫ് യു നീഡ് സംബഡി ടു ടോക്ക് ടു, just send us an email at info@canadamalayalida.com. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. സക്സസ്ഫുൾ എന്ന് വിചാരിക്കുന്ന ഏതൊരു CEO എടുത്ത് ചോദിച്ചാലും, ഏതൊരു VP അല്ലെങ്കിൽ SVP എടുത്ത് നിങ്ങൾ ചോദിച്ചാലും അവർക്കും ജോലി ഇല്ലാതൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും എപ്പോഴെങ്കിലും ഇൻ ദെയർ കരിയർ. അപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ അലോൺ അല്ല. ജസ്റ്റ് കീപ് ഡൂയിങ് വാട്ട് യു നീഡ് ടു ഡു. നന്നായി പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളുടെ മുമ്പിൽ നടക്കട്ടെ. ഞാനും ശരത്തും ഒക്കെ ഉണ്ട്. ഹെൽപ്പ് യു ഗൈസ് ഇൻ ദ ബെസ്റ്റ് വേ വി ക്യാൻ. ജോലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നല്ലത് നിങ്ങളെ തേടി വരട്ടെ. ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ്. യു ആർ മച്ച് മോർ ദാൻ വാട്ട് യു തിങ്ക് യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് കാനഡ മലയാളിഡ.